അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏതൊരുമ്മയും ആഗ്രഹിക്കുന്നത് അത് തൻ്റെ പ്രിയപ്പെട്ട മോൻ ആരോഗ്യത്തോടു കൂടി ഇരിക്കണമെന്നാണ്. എന്നാൽ നമ്മുടെ ഷമീറിൻ്റെ ഉമ്മ വിങ്ങിപ്പൊട്ടി കരയുകയാണ്. അത് തഹജ്ജുദ് നിസ്കരിച്ച് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാ, എൻ്റെ കുട്ടി ICUവിലാണ് കേട്ടോ. റബ്ബേ, എൻ്റെ കുട്ടിയെ അക്രമികൾ ഉപദ്രവിച്ചതാണ്, അല്ലാതെ ഒരിക്കൽ പോലും എൻ്റെ കുഞ്ഞിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല റബ്ബേ. ആരോഗ്യവാനായ മോനായിരുന്നു എൻ്റെ ഷമീർ. പടച്ച റബ്ബേ, നീയാണല്ലോ എല്ലാവരെയും സൃഷ്ടിച്ചത്. റഹ്മാനെ, എൻ്റെ കുഞ്ഞിനെ നീ പഴയ രീതിയിലാക്കി തരണേ അല്ലാ. നീ സൃഷ്ടാവാണ്, നീ ഖാലിക്കാണ്. യാ ഖാലിഖ് യാ അല്ലാ, യാ ഖാലിഖ് യാ അല്ലാ. ഇല്ലായ്മയിൽ നിന്ന് ലോകത്തെ പടച്ച പരിശുദ്ധ റഹ്മാനെ, ഈ ലോകത്തിലുള്ള എല്ലാം നീ ഒരു നിമിഷം കൊണ്ട് പടച്ചതാണ്. എൻ്റെ പൊന്നുമോനെ പഴയ രീതിയിലാക്കി തരാൻ നിനക്ക് കഴിയുമല്ല. കാരണം നീ കാരുണ്യവാനും കരുണാനിധിയുമാണ്. നീ റഹ്മാനും റഹീമുമാണല്ല. അതെ, പ്രതിഫല ദിവസത്തിനുടമസ്ഥൻ നീ മാത്രമാണ്. റഹ്മാനെ, ഞാൻ നിന്നോട് കേണപേക്ഷിക്കുന്നു അല്ല. എൻ്റെ കുട്ടിയുടെ കഴുത്ത് ഞെരിച്ചിട്ട് പല ഞരമ്പുകൾക്കും ക്ഷതമേറ്റിട്ടുണ്ട്. പഴയ രീതിയിൽ സംസാരിക്കുവാനും പഴയ രീതിയിൽ എഴുന്നേറ്റ് നിൽക്കുവാനും എൻ്റെ കുഞ്ഞിന് കഴിയില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതി അല്ലാ. പക്ഷേ നീയാണല്ലോ ഏറ്റവും വലിയ ഡോക്ടർ. നിന്നേക്കാളും വലിയ ഡോക്ടർ ഇല്ലല്ലോ അല്ലാ. റഹ്മാനെ, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം നീ ഏറ്റെടുക്കല്ല. എനിക്ക് അവനെ പഴയ രീതിയിൽ വേണം അല്ലാ. അത് നീ എനിക്ക് തരണം അല്ലാ. നീ എന്നെ കൈവിടല്ല അല്ലാ. അത് എൻ്റെ പൊന്നു മോനില്ലാതെ ഞാൻ എങ്ങനെ? ആ ഉമ്മയുടെ പ്രാർത്ഥന അത് പടച്ച റബ്ബ് സ്വീകരിക്കുമോ? തൻ്റെ പൊന്നുമോൻ്റെ എല്ലാ കാര്യങ്ങളും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ച റബ്ബിൽ ഭരമേൽപ്പിച്ചിരിക്കുകയാണ് ആ ഉമ്മ. അല്ലാ, ആരുമില്ല, ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല അല്ലാ. നീയല്ലാതെ നീ ഹെൽപ്പ് ചെയ്യല്ല. നിൻ്റെ സഹായം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ആ ഉമ്മ വിതുമ്പി പൊട്ടിക്കരയുകയാണ്. എന്നാൽ ഈ സമയം അതാ സുബഹിൻ്റെ ബാങ്കുലി പള്ളിയിൽ നിന്ന് കേൾക്കുന്നു. ICUവിൽ അതാ ബോധമില്ലാതെ കിടക്കുന്ന, യാതൊരു പ്രതികരണമില്ലാതെ കിടന്നിരുന്ന നമ്മുടെ ഷമീർ പള്ളിയിൽ നിന്ന് സുബഹിൻ്റെ ബാങ്കുലി കേൾക്കുമ്പോൾ അതവൻ്റെ കർണപുടത്തിൽ ചെന്ന് പതിഞ്ഞപ്പോൾ അവൻ ഒരു നിമിഷം അവൻ്റെ തലച്ചോറിലേക്ക് ആ ഒരു ബാങ്കിൻ്റെ അശരീരി മുഴങ്ങിക്കേട്ടു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നുള്ള ആ ഒരു ശബ്ദം അവൻ്റെ കർണപുടത്തിൽ അലിഞ്ഞു ചേർന്നപ്പോൾ അറിയാതെ അവൻ്റെ കണ്ണുകൾ പതുക്കെ അവൻ തുറക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ അല്ലാ എന്നുള്ള ആ ഒരു വിളിയോട് കൂടെ അവൻ്റെ ശബ്ദം പതുക്കെയതാ പുറത്തേക്ക് വരുന്നു. അപ്പോൾ തന്നെ കൂടെ ഉണ്ടായിരുന്ന സിസ്റ്റർമാർ ഒരു നിമിഷം ഞെട്ടിപ്പോയി. അതെ, ഒരിക്കൽ പോലും ശാസ്ത്രലോകം വിജയിക്കില്ലെന്ന് കണ്ട ഈ ഒരു മനുഷ്യൻ്റെ അവസ്ഥ അത് ശരിക്കും അവരെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരുന്നു. എന്തോ ഒന്ന് സംഭവിച്ചിരിക്കുന്നു, ഒരത്ഭുതം സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ അവർ ഡോക്ടേഴ്സിനെ വിളിക്കുന്നു. അതെ, ഒരിക്കൽ പോലും സംസാരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഒരിക്കൽ പോലും കണ്ണുകൾ തുറക്കില്ല എന്ന് പറഞ്ഞ ആ ഒരു മനുഷ്യനതാ കണ്ണുകൾ തുറന്നിരിക്കുന്നു. ഡോക്ടറിനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു. ഹലോ ഡോക്ടറെ, പിന്നെ ഒരു അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. അതായത് നമ്മൾ ഇന്നലെ കൊണ്ടുവന്ന പേഷ്യൻ്റ് ഉണ്ടല്ലോ, അത് കഴുത്തിൻ്റെ ഓരോ ഞരമ്പുകളും അത്യധികം ആഘാതത്തിൽ അത് ഞെരിഞ്ഞു പോയ ആ ഒരു മനുഷ്യൻ അല്ലാഹ് എന്നുള്ള ഒരു ശബ്ദം പുറപ്പെടുവിച്ചിരിക്കുന്നു. അതുമാത്രമല്ല, കണ്ണുകളും പതുക്കെ ഒന്ന് തുറന്നിരിക്കുന്നു. ശരിക്കും ഡോക്ടർ വരെ ഞെട്ടിപ്പോയി. ആഹാ, ഇതെന്ത് അത്ഭുതമാണല്ലോ! ശാസ്ത്രലോകത്തുണ്ടായ ഒരു അത്ഭുതം തന്നെയാണല്ലോ ഇത്. ഒരിക്കലും ഇത് സംഭവിക്കില്ലല്ലോ. അവൻ ഒരു കോമാവസ്ഥയിൽ തന്നെ ജീവിതാവസാനം വരെ തുടർന്നു കൊണ്ടേയിരിക്കും എന്നാണ് പല ഡോക്ടേഴ്സും പറഞ്ഞത്. കാരണം അത്യധികം വിഷമകരമായ ഘട്ടത്തിലായിരുന്നു. കഴുത്തുകൾ ഞെരിച്ച് എല്ലാ നാടിഞരമ്പുകളും അതിലങ്ങ് ചതഞ്ഞു പോയിരുന്നു. അത് ജീവൻ മരണ പോരാട്ടത്തിൻ്റെ ഇടയിലായിരുന്നു. ഏത് നിമിഷവും ആ ഒരു ഹൃദയമിടിപ്പ് നിലക്കുമെന്ന് കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ ഇത് ശരിക്കും അത്ഭുതം തന്നെ. അപ്പോഴേക്കും ആ ഹോസ്പിറ്റലിലെ വലിയ ഡോക്ടേഴ്സ് ഓടിയെത്തി അവൻ്റെ നില പരിശോധിച്ചു. എന്നാൽ അപ്പോഴും അവൻ കണ്ണുകളടിച്ച് കിടക്കുകയായിരുന്നു. എന്നാൽ സിസ്റ്റർ പറഞ്ഞു, ശരിക്കും ഡോക്ടറെ, ഞങ്ങൾ കണ്ടതാണ്. അതെ, പള്ളിയിൽ നിന്ന് ആ ഒരു ബാങ്കുലി കേട്ടപ്പോൾ
അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഇളകുന്നതും അല്ലാ എന്നുള്ള ആ ഒരു ശബ്ദം പുറപ്പെടുവിച്ചതും ഞങ്ങൾ ശരിക്ക് കണ്ടത് തന്നെ. ശരിക്കും ഡോക്ടർ നല്ല രീതിയിൽ പരിശോധിച്ചപ്പോൾ ഹൃദയമിടിപ്പൊക്കെ സാധാരണ ഗതിയിൽ തന്നെയാണ്. അതെ, മറ്റത് വളരെയധികം സ്ലോ ആയിട്ട് ഒരിടിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. എന്തൊക്കെ സംഭവിച്ചിരിക്കുന്നു? ഷമീർ, ഷമീർ, ഡോക്ടർ ഉറക്കെ വിളിച്ചു. ഷമീർ. നിരാശയായിരുന്നു ഫലം. എന്നാൽ നിസ്കാരമെല്ലാം കഴിഞ്ഞ് അതാ ഉമ്മ നേരെ അതാ അവിടെ എത്തി. എന്നാൽ ഈ സമയം അതാ സീനത്തിൻ്റെ ആങ്ങളെയും അവിടെ ഉണ്ടായിരുന്നു. പാവം, ആ ഉമ്മാക്കും ആ മോൻക്കും കാവലായിട്ട്. കാരണം എൻ്റെ പെങ്ങളെ സംരക്ഷിച്ചതാണ്, അതുകൊണ്ട് ഇവരെ സംരക്ഷിക്കൽ എൻ്റെ ബാധ്യതയാണ് എന്നറിഞ്ഞത് കൊണ്ട് തന്നെ. ഉമ്മ, മോനെ എന്തായടാ? ഉമ്മ, ഡോക്ടർമാരൊക്കെ അതിനകത്തേക്ക് പോകുന്നതായിട്ടൊക്കെ കണ്ടു. എന്താ സംഭവം എന്നോട് പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് അതാ ഒരു നഴ്സ് വിളിക്കുന്നു. ഷമീറിൻ്റെ കൂടെ. പെട്ടെന്ന് അതാ സീനത്തിൻ്റെ ആങ്ങള എഴുന്നേറ്റു. ആ ഉമ്മ വിളിക്കുന്നു. അതെ, ഒന്ന് വരുമോ? എന്താ ഡോക്ടർ? അത് എന്തെന്ന് വെച്ചാൽ രോഗിയിൽ നല്ലൊരു പ്രതികരണം കണ്ടിട്ടുണ്ട്. ആണോ? മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ഉമ്മ വരി. എന്താ മോനെ, എൻ്റെ കുട്ടിയെ തിരിച്ചു കിട്ടുമോ? ഞാൻ പഠിച്ച റബ്ബിനോട് അത്രയ്ക്ക് ദുആ ചെയ്തിട്ടുണ്ട്. ഉമ്മ വിഷമിക്കല്ലേ, അവരെന്തോ പറയുന്നുണ്ട്. അതെ, സീനത്തിൻ്റെ ആങ്ങള ഉമ്മയും കൊണ്ട് അതാ ICUവിലേക്ക് പ്രവേശിക്കുന്നു. ഡോക്ടർ അവരെ വിളിച്ച് പറഞ്ഞു, എന്തോ അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. കാരണം അത്യധികം കോമാവസ്ഥയിലായിരുന്ന, അതായത് കഴുത്തിൻ്റെ നാഡീജനമ്പുകൾക്ക് ക്ഷതമേറ്റിട്ടുള്ള ഈ ഒരു അവസ്ഥയിൽ ഞങ്ങളൊരിക്കലും ഇവ സംസാരിക്കില്ല എന്ന് വരെ വിചാരിച്ചാണ്. പക്ഷേ അല്ലാ എന്നുള്ളൊരു ഉച്ചാരണം വന്നു. അത് മാത്രമല്ല, കണ്ണുകളും തുറന്നു. അതും സുബ്ഹി ബാങ്ക് കൊടുക്കുമ്പോൾ. അത് നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു വാർത്തയാണ് ഉമ്മ. നിങ്ങൾക്ക് നിങ്ങളുടെ മകൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷ അർപ്പിക്കാം. ഇൻഷാ അല്ലാ. എൻ്റെ കുട്ടീനോടൊന്ന് സംസാരിക്കാൻ എനിക്ക് പറ്റുമോ? ഉമ്മ, അത് സംസാരിക്കാന്ന് വെച്ചാൽ ഇപ്പോൾ അവർ പറഞ്ഞ എന്തായാലും നല്ലൊരു മാറ്റങ്ങൾ കാണും. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ഫലം കൊണ്ടായിരിക്കും അതെ മോൻക്ക് നല്ലൊരു ഗുഡ് റിസൾട്ട് കിട്ടിയത്. അല്ലാ റബ്ബേ, നീ എത്ര കാരുണ്യവാൻ. ആ നിമിഷം തന്നെ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയായിരുന്നു ഷമീറിൻ്റെ പ്രിയപ്പെട്ട ഉമ്മ. അതെ, ആരോഗ്യവാനായ എൻ്റെ മോനായിരുന്നു, ഒരു കുടുംബം നോക്കുന്ന മോനായിരുന്നു. ഓനെ പെട്ടെന്ന് റബ്ബേ, എൻ്റെ കുട്ടി ആരാണ് ശിക്ഷിച്ചത് എനിക്കറിയുന്നില്ല. എൻ്റെ കുട്ടി എന്തിനാണ് ഉപദ്രവിച്ചത് അവർ? ആ ഉമ്മ വിതുമ്പുകയായിരുന്നു. ഉമ്മ അൽഹംദുലില്ലാ, മാഷാ അല്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെയൊക്കെ ആയില്ലേ. അതെ, ഇനിയും മാറ്റങ്ങൾ വരും. ഉമ്മ, നിങ്ങളുടെ കൈകളുണ്ടല്ലോ പ്രാർത്ഥിക്കാൻ. അതെ, ഈ പ്രാർത്ഥിക്കാൻ ഉമ്മമാരുടെ കൈകളുണ്ടെങ്കിൽ വേറെ എന്തൊരു മരുന്നിനെയും അത് തോൽപ്പിക്കും. കാരണം ഉമ്മമാരുടെ പ്രാർത്ഥന അത് വലിയൊരു മരുന്നാണ്. ആ ഒരു കൈകൾ ഉള്ളിടത്തോളം കാലം മക്കൾ പേടിക്കേണ്ടതാണ്, ഉമ്മമാർ പ്രാർത്ഥിക്കാനുള്ളിടത്തോളം കാലം. എന്നാൽ അവൻ്റെ മനസ്സിലും വല്ലാത്തൊരു സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത്. അതെ, ഷമീർ പ്രതികരിച്ചു എന്നറിഞ്ഞപ്പോൾ അതിന് വല്ലാത്ത പടച്ച റബ്ബിനോട് ഒരുപാട് സ്തുതികൾ പറഞ്ഞു. അല്പം സമയം കഴിഞ്ഞപ്പോൾ അവൻ്റെ ഫോണിലേക്ക് അത് കോൾ വരുന്നു. അത് ഉപ്പയായിരുന്നു. ഹലോ മോനെ, എന്തായടാ? ഉപ്പ, അൽഹംദുലില്ലാ, മാഷാ അല്ലാ, നല്ല പ്രതികരണം അത് ഉണ്ടായിട്ടുണ്ട്. ശരിക്കും മോനെ ആണോ? സത്യമായിട്ടും? എന്നാൽ ഈ സമയം അതാ സീനത്ത് ആകെ വിഷമത്തിലായിരുന്നു. അവൾ കരയുകയായിരുന്നു. ഉമ്മ, ഉപ്പ എന്നെ അത്രയധികം നോക്കിയ ആളായിരുന്നു. ഉമ്മ, എന്താ ഞാൻ ചെയ്യുക? ഉമ്മ, എനിക്കൊന്ന് കാണിച്ചു തന്നൂടെ? പാവം ഉമ്മ, എന്നെ ആ ഒരു ഘട്ടത്തിൽ സംരക്ഷിച്ചത് അദ്ദേഹമായിരുന്നു. എനിക്ക് ഭക്ഷണവും വസ്ത്രവും നൽകിയത് അദ്ദേഹമായിരുന്നു. ഒരിക്കലും മറക്കാൻ പാടില്ല ഉമ്മ. സത്യമായിട്ടും ഞാനും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒന്നിനുമല്ല, ആ ഉമ്മയും മോനും സുഖമായി ജീവിക്കട്ടെ, അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ. പാവാണുമ്മ ആ ഉമ്മയും. ഉമ്മ എന്ത് ചെയ്യും ആ മോനില്ല ഞാൻ? സത്യം പറഞ്ഞ സീനത്ത് നല്ല സങ്കടത്തിലായിരുന്നു. എന്നാൽ ആ പിതാവ് പറഞ്ഞു, വരി നമുക്കൊന്ന് പോയിട്ട് വരാം. മോളെയും കൊണ്ടോ? അതിനെന്താ, ഇത്രയും ദിവസം അവൾ സംരക്ഷിച്ചതല്ലേ, അതുകൊണ്ട് നമുക്കൊന്ന് പോകാം. അങ്ങനെ ഏതാ സീനത്തും ഉമ്മയും ഉപ്പയും യാത്രയാകുന്നു ഹോസ്പിറ്റലിലേക്ക്.
മോൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലപ്പ, ഒന്നുമില്ല. ആ, എന്നാ പോകാം. അങ്ങനെ അവർ പോകുന്നു, നേരെ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കിക്കൊണ്ട്. മോൻ പറഞ്ഞത് സിറ്റി ഹോസ്പിറ്റൽ എന്നല്ലേ? ആ അതെ, ഒന്നുകൂടി വിളിച്ചു നോക്കട്ടെ. ഹലോ. ആ മോനെ, ഉമ്മടാ. പിന്നെ മോനെ ഏത് ഹോസ്പിറ്റലിനാണ് പറഞ്ഞത്? ഉമ്മ സിറ്റി ഹോസ്പിറ്റലിൽ. ആ ആയിക്കോട്ടെ. ഹോസ്പിറ്റലിലേക്കുള്ള ചായയും കടിയും എല്ലാം ഉണ്ടായിക്കൊണ്ടാണ് ഉമ്മ അവിടെ നിന്ന്, ഉമ്മയും ഉപ്പയും സീനത്തും കൂടെ പോകുന്നത്. സന്തോഷത്തോടു കൂടി നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു. മോൻ അവിടെ താഴെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. സീനത്തെ വാ, നമുക്ക് ലിഫ്റ്റിൽ കയറാം. അങ്ങനെ അവർ ലിഫ്റ്റിൽ കയറി പോകുന്നു. എന്നാൽ പെട്ടെന്ന് സീനത്തിനെ കണ്ടപ്പോൾ ഷമീറിൻ്റെ ഉമ്മ, അല്ലാ എൻ്റെ പൊന്നുമോളോ, ഉമ്മാൻ്റെ കുട്ടി വന്നോ എന്ന് പറഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ച് ഒരുപാട് ചുംബിച്ചുകൊണ്ട് കരയുന്നു. മോളെ, നമ്മളെ കുട്ടി പോയടി, നമ്മളെ കുട്ടിക്ക് ഇനി പഴയ രീതിയിലാകാൻ മോള് ദുആ ചെയ്യും മോളെ. പാവമാണ് എൻ്റെ മോനില്ലാതെ ഞാൻ എങ്ങനെ, മോൾക്കറിയില്ലേ ഓനെക്കുറിച്ച്? അത് ഉമ്മ എല്ലാം അറിയാം. എനിക്ക് പാവം, ഞാൻ ഉമ്മ ദുആ ചെയ്യായിരുന്നു. ഒന്നും ഉണ്ടാവില്ല ഉമ്മ, ഉമ്മയുടെ പ്രാർത്ഥന അത് മാത്രം മതി ഉമ്മ. മോളെ, ആ ഉമ്മ കരയുകയായിരുന്നു. എന്നാൽ അത് കണ്ടു നിന്നപ്പോൾ അവർക്കെല്ലാവർക്കും വല്ലാത്ത സങ്കടമായി. പാവം ആ ഉമ്മ, ആ മോനും ഉമ്മയും മാത്രമായിരുന്നു അവിടെ ജീവിച്ചിരുന്നത്. എത്ര നല്ല സ്നേഹത്തോടെയായിരുന്നു. എന്തിനാണ് ചെയ്തത്? എന്നാൽ ഈ സമയം ചോദിച്ചു, അല്ല ആരാണ് ഉപദ്രവിച്ചത് എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും? മോനെ, ആ ഉപ്പയോടായിട്ട് ഉമ്മ പറയുന്നു, അത് ഞാൻ ശരിക്കും കണ്ടതാണ്. രണ്ടാളുകൾ, അത് അപ്പുറത്തുനിന്ന് ഒരാളും, എനിക്ക് തോന്നുന്നത് ഈ മോളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു രക്ഷിച്ച പകയാണ് വീട്ടിയതെന്ന് തോന്നുന്നു. ആ ഉപ്പാക്ക് ദേഷ്യം വന്നു. എൻ്റെ മോളുടെ ജീവൻ രക്ഷിച്ച അവനെ ഇത്രയധികം ക്രൂരമായി അവർ മർദ്ദിച്ചെങ്കിൽ അതിനുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കുക തന്നെ വേണമല്ലോ, അല്ല ശരിയാവില്ലല്ലോ. ഉമ്മ, നിങ്ങളൊന്നും അറിയണ്ട, ഞാൻ കേസ് കൊടുക്കാം. അത് കേസും കൂട്ടൊക്കെ പോകാൻ ഞങ്ങളെ കൊണ്ട് കഴിയൂല മോനെ. സാരല്ലമ്മ, എന്തായാലും വേണ്ടിയില്ല. എന്നാൽ അപ്പോൾ തന്നെ ഡോക്ടറുടെ അടുത്തേക്ക് സീനത്തിൻ്റെ ഉപ്പ അങ്ങോട്ട് ചെന്നു. ആങ്ങളെയോ, ഡോക്ടറെ, ഇത് ഞങ്ങൾക്ക് കേസാക്കാൻ ശരിയാവില്ല. കാരണം ഇത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള രീതിയിൽ ആണ്. ഇത് മരിച്ചു പോയാലും എന്ത് ചെയ്യും? ആരായിരിക്കും ആ ഒരു ഉമ്മാക്ക് ഉണ്ടാകുക? ആ പ്രായമായ ഉമ്മാക്ക് ആരെങ്കിലും ഉണ്ടാവുമോ? ഇല്ല, ആരും ഉണ്ടാവില്ല. പിന്നെ ഈ കുട്ടിയെ ഈ രീതിയിൽ ഉപദ്രവിച്ച ആൾക്കെതിരെ തെളിവില്ലാതെ അങ്ങനെ കേസെടുക്കും? തെളിവൊക്കെ ഞാൻ കണ്ടുപിടിച്ച് തരാം. തെളിവിനൊന്നും പണിയൊന്നുമില്ല. തെളിവ് എന്തിനും തെളിവ് വേണം, എങ്കിലേട്ടോ കോടതിയിൽ അതൊക്കെ ബോധിപ്പിക്കാൻ പറ്റുള്ളൂ. തെളിവില്ലെങ്കിൽ ഒന്നും നടക്കില്ല. തെളിവുണ്ടെങ്കിൽ രക്ഷപ്പെടുക, എന്തൊക്കെ തന്നെയായാലും. എങ്ങനെയെങ്കിലും ഇതിനുള്ള തെളിവ് നിങ്ങൾ കണ്ടുപിടിച്ച് കൊടുത്താൽ അത് നിങ്ങൾക്ക് നീതി കിട്ടും. അല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കൽ പോലും അത് അങ്ങനെ നിൽക്കുകയുള്ളൂ. അപ്പോൾ തന്നെ ഉപ്പയും ആങ്ങളെയും ഇറങ്ങി നേരെ സ്റ്റേഷനിലേക്ക്. ഒരു പരാതി എഴുതി തരാനായിരുന്നു. എന്താ? അതായത് ഷമീർ എന്ന പേരുള്ള ഒരാളെ അത് 2-3 ആളുകൾ ചേർന്ന് ആക്രമിച്ചു. അദ്ദേഹത്തിന് ജീവൻ മരണ പോരാട്ടമാണിപ്പോൾ. കാരണം ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെ ഇടയിലാണ്. അദ്ദേഹത്തിൻ്റെ കഴുത്ത് ഞെരിച്ച് ആകെ കൊല്ലാക്കൊല ചെയ്തിട്ടിരിക്കുകയാണ്. പാതി വഴിയിൽ വെച്ച് കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. ജീവൻ്റെ തുടിപ്പ് മാത്രമുണ്ട്. അതുകൊണ്ട് അവരെ എങ്ങനെയെങ്കിലും. ആരാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആരാണ് കക്ഷി? ആരുടെയാണ് പരാതി? നിങ്ങൾ പരാതി തന്നാലൊന്നും ഇവിടെ ശരിയാവില്ല. നിങ്ങൾ ആരാണ് അവരുടെ? നിങ്ങളുടെ ബന്ധുവാണോ? എന്താണ്? ബന്ധുക്കൾ ആരെയും കൊണ്ടുവരും, അല്ലാതെ പരാതി സ്വീകരിക്കില്ല. ആ നിമിഷം തന്നെ ആങ്ങള അപ്പോൾ തന്നെ പുറപ്പെട്ടു ആ ഉമ്മയെ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട്. മോനെ, അതൊന്നും വേണ്ട. പഠിച്ച റബ്ബുണ്ടല്ലോ, മേലായ റബ്ബുണ്ടല്ലോ, കോടതി. അവൻ്റെ കോടതിയിൽ അവരൊരിക്കലും വെറുതെ വിടൂരല്ലോ. അങ്ങനെ ആ ഉമ്മയെ നിർബന്ധിച്ച് കൊണ്ടുപോയി. പോലീസ് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? എൻ്റെ മോനെ 2-3 ആളുകൾ ചേർന്ന് ഉപദ്രവിച്ചു. അതെ, അവനിപ്പോൾ എന്നെ പണിയെടുത്ത് പോറ്റിൻ്റെ മോനായിരുന്നു. എനിക്കിനി ആരുമില്ല. അതുകൊണ്ട് എൻ്റെ മോൻ്റെ ആ കൊലയാളികളായ ആളുകളെ അറസ്റ്റ് ചെയ്യണം. അല്ലാതൊരിക്കൽ പോലും നടക്കില്ല. ഞാൻ പൊരുത്തപ്പെട്ടു തരില്ല. എൻ്റെ മകനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ
ആ ഉമ്മ വിതുമ്പുകയായിരുന്നു. എന്നാൽ നിങ്ങളിവിടെ പരാതി എഴുതി ഒപ്പിട്ടോളൂ. അങ്ങനെ അതിനെ കൊണ്ട് ഒപ്പിടിപ്പിച്ചു. ഹോസ്പിറ്റലിലേക്ക് അവർ തിരിച്ചുപോയി. ഇനി അവൻ്റെ കളി നടക്കില്ല. അതെ, എൻ്റെ മോളെ കൂടി ചതിച്ച് കീഴ്പ്പെടുത്തിയ അതെ അവനെ പൂട്ടണം, അല്ലാതെ രക്ഷയില്ല. അവൻ ഒരുപാട് പെൺകുട്ടികൾക്ക് ഇതൊരു ഭീഷണിയായിരിക്കും. ആ പിതാവ് ഉറച്ച രീതിയിൽ തന്നെയായിരുന്നു. അത് തൻ്റെ മകൾക്കുണ്ടായ ആ ഒരു ബുദ്ധിമുട്ട് ആർക്കും വരരുത്. തൻ്റെ മകളെ സംരക്ഷിച്ച ആളെയും അവനില്ലായ്മ ചെയ്യാൻ നിൽക്കുകയാണ്. അതും വെറുതെ വിടരുത്. എല്ലാത്തിനും പകരം എണ്ണി എണ്ണി ചോദിക്കണം. എന്നാൽ ഈ സമയം അതാ രാജേഷിനുള്ള കേസ് അവിടെ ഫയൽ ചെയ്തിരിക്കുന്നു. അതിനുള്ള തെളിവും കാര്യങ്ങളും എല്ലാം കണ്ടുപിടിക്കുവാൻ വേണ്ടിയിട്ട് അതാ അവർ നേരെ തോട്ടത്തിലേക്ക് പോവുകയാണ്. അവൻ കൃഷി ചെയ്തുണ്ടാക്കിയ ആ തോട്ടത്തിനിടയിൽ നല്ലൊരു മൽപ്പിടുത്തം അവിടെ നടന്നിട്ടുണ്ട്. അതെ, അവന് ഷമീറിനെ അങ്ങനെ ഇങ്ങനെയൊന്നും കീഴ്പ്പെടുത്താൻ കഴിയില്ല. പക്ഷേ എന്നാൽ പിന്നിലൂടെ കയറ് കഴുത്തിലൂടെ ഇട്ട് മുറുക്കി തള്ളിയിട്ടാണ് അവർ ആ ഉപദ്രവം ചെയ്തിട്ടുള്ളത്. അവിടെ അതിനുള്ള നല്ലൊരു മൽപ്പിടുത്തം നടന്ന അടയാളമുണ്ടായിരുന്നു. അവിടെയുള്ള ആ കൃഷിയിടങ്ങളിൽ ആ ഭാഗത്തുള്ള നെല്ലും എല്ലാം അത്യധികം കേടുവന്ന രീതിയിൽ ആയിരുന്നു. അവിടെ കിടന്ന് നന്നായിട്ട് പിടഞ്ഞിട്ടുണ്ട് എന്നർത്ഥം. 2-3 ആളുകൾ ചേർന്നാണ്. എന്നാൽ പെട്ടെന്ന് പോലീസ് അവിടെ അത് ചെക്ക് ചെയ്യുന്നു. എന്നാൽ അവിടെ നിന്ന് ഒരു ചെങ്ങല അതാ വീണ് കിട്ടുന്നു. പോലീസിന് അതൊരു വഴിത്തിരിമ്പാവുമോ? ആ ചെങ്ങല അവനെടുത്തു. പോരാത്തതിന് കുറച്ചധികം ക്യാഷും അവിടെ ഇവിടെ ഛിന്ന ഭിന്നമായി കിടക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം അവർ പെറുക്കിയെടുത്തു ആ ഭാഗത്തു നിന്ന് തെളിവിന് വേണ്ടി. അതെ, ഇതിൽ വിരലടയാളം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാമായിരിക്കും. ആളെ കിട്ടാനൊന്നും ഒരു പണിയുമില്ലല്ലോ. അങ്ങനെ അവരെല്ലാവരും അത് സ്റ്റേഷനിലേക്ക് തന്നെ തിരിച്ചു പോയി. അവർ ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം തുടങ്ങി. ആ ബ്രേസ്ലെറ്റ്, ആ ഒരു ക്യാഷ്, അതെല്ലാം ഫിംഗർ പ്രിൻറ്റിൽ വെച്ച് ചെക്ക് ചെയ്ത് നോക്കി. എന്നാൽ അതിലെ വിരലടയാളം മറ്റാരുടെയുമായിരുന്നില്ല, രാജേഷ് KP എന്നുള്ള വ്യക്തിയുടേതാണ് അതെന്ന് മനസ്സിലായി. അവൻ്റെ ചിത്രം സ്ക്രീനിൽ തെളിഞ്ഞു വന്നു. ഒരു നിമിഷം അതിൽ ഒരു പോലീസുകാരൻ്റെ മുഖം വല്ലാണ്ടായി. ഇത് എന്താ? അവിടുത്തെ SI ചോദിച്ചു. ഇതാരോ നിങ്ങൾക്കറിയോ? അത് സാറേ, അത് ഞങ്ങൾക്കൊക്കെ ഒരു വേണ്ടപ്പെട്ട ആളായിരുന്നു. പക്ഷേ ഇവന് ഇത്രയധികം ക്രിമിനലേ ആവുമെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. ഓഹോ, അപ്പോൾ നിങ്ങളൊക്കെയാണോ ഈ ഒരു ക്രിമിനൽസിനെ തീറ്റിപ്പോറ്റുന്നത്? ആണോ? അതൊന്ന് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അല്ല സാറേ, ഞങ്ങൾക്കറിയില്ലല്ലോ. ഇതിനു മുമ്പ് എന്തെങ്കിലും കേസുകൾ നോക്കട്ടെ, ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാമല്ലോ. എന്നാൽ ശരിക്കും ഞെട്ടിപ്പോയി. മയക്കുമരുന്നിൻ്റെ കേസിൽ, പെണ്ണുപിടിൻ്റെ കേസിൽ, മോഷ്ടിച്ചതിൻ്റെ കേസിൽ, ഉപദ്രവിച്ചതിൻ്റെ കേസിൽ, ഗുണ്ടായിസം, അങ്ങനെ പല രീതിയിലുള്ള കേസുകളിലും അവൻ പ്രതിയാണ്. പക്ഷേ അവനൊരു പിടികിട്ട പുള്ളിയാണ്. അവന് സപ്പോർട്ടായിട്ട് ആരൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, പോലീസിൽ വരെ. പുതിയ SI ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് ഞെട്ടിക്കുന്ന രീതിയിലായിരുന്നു ആ ഒരു വാക്കുകൾ. കാരണം പോലീസുകാരെയെല്ലാം അവൻ പണം കൊടുത്ത് മയക്കിയിരുന്നു. അവിടെയുള്ള പോലീസുകാരൊന്നും കൂടുതൽ അവനെക്കുറിച്ച് പറയുന്നില്ല. അഥവാ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇനിയിപ്പോൾ അവൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നത് വാങ്ങേണ്ടി വരും എന്ന് കരുതിയിട്ടാണോ അറിയില്ല. അവർ ശരിക്കും അതിൽ ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. എന്താടോ ഇവൻ നിങ്ങൾക്ക് അറിയില്ലേ? ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി അറിയില്ലേ? പോലീസുകാരെ മൊത്തം വിളിച്ചു ചോദിച്ചപ്പോൾ ആ പോലീസുകാർ എവിടെയോ കണ്ടൊരു പരിചയം. അല്ല, പറയോ, നിനക്കറിയോ? ഞാനും കണ്ട പരിചയം. നിങ്ങൾക്കാർക്കും പരിചയമില്ലല്ലോ ഇദ്ദേഹത്തെ? ഇല്ലല്ലേ? എന്നാലേ ഈ കേസ് ഞാൻ തന്നെ അങ്ങ് ഏറ്റെടുത്തോളാം. ഞാൻ ഏറ്റെടുത്തിട്ട് ഒന്ന് നടക്കുമെന്ന് ഞാൻ നോക്കട്ടെ. ആ പാവം മാതാവിൻ്റെ ആ മോനെ ഒരു കാര്യമില്ലാതെ വെറുതെ കൊല്ലാക്കൊല ശ്രമിക്കും. എന്തിൻ്റെ പേരിലാണ്? ഒരു പക്ഷേ അതെങ്ങാനും മറിഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിലായിട്ട് അതാ ആ സ്ഥാപനമടക്കം അതിൻ്റെ തെളിവിൽ അങ്ങനെ തെളിഞ്ഞു വരും, അതുറപ്പാണ്. SI പറഞ്ഞു, നിങ്ങൾ നോക്കണ്ട, ഞാൻ നോക്കിക്കോളാം. എനിക്കറിയാം ചിലതൊക്കെ എന്ത് ചെയ്യണമെന്നുള്ളത്. ശരിക്കും കൂടെയുള്ള പോലീസുമാരെല്ലാം ഞെട്ടിപ്പോയി. എന്നാൽ ഈ സമയം രാജേഷ് ഒളിവിൽ പോയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. രാജേഷിനെ പൊക്കുവാൻ വേണ്ടി പുതിയ SI അതാ തുനിഞ്ഞിറങ്ങുന്നു. രാജേഷിനെ പിടികിട്ടുമോ അതോ ഇല്ലയോ? നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരുപാട് കുട്ടികളെ ഉപദ്രവിച്ച, ഒരുപാട് പേരെ കൊല്ലാൻ ശ്രമിച്ച, ഒരുപാട് പീഡനങ്ങൾ നടത്തിയ, മോഷ്ടിച്ച ആ ഒരു ക്രിമിനൽസിനെ തളക്കാൻ നമ്മുടെ SI ആസിഫിന് കഴിയുമോ ഇല്ലയോ? നമുക്കൊന്ന് നോക്കാം. ഇൻഷാ അല്ലാ എല്ലാവർക്കും നീതി കിട്ടുമോ?
നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.